ഹലോ ഫ്രണ്ട്സ്, എന്നെ അറിയുന്നവർക്കറിയാം തിരക്കെൻ്റെ എന്താണെന്ന്. സത്യമായിട്ടും ഡെയിലി തരണമെന്ന് വിചാരിച്ചാണ് കേട്ടോ. വിഷമിക്കേണ്ട, നമ്മുടെ ചാനലൊന്ന് മോണിറ്റൈസ്ഡ് ആയിക്കോട്ടെ. ഞാൻ തന്നെ ഡെയിലി ഇടും. അതങ്ങനെയാണ്, അതിൻ്റെ ഒരു മിത്തോളജി അങ്ങനെയാണ്. അപ്പോൾ ഇതിപ്പം എന്തായാലും നമ്മളിപ്പം ആഞ്ഞു പിടിച്ച് മോണിറ്റൈസേഷൻ ഇടുകയാണല്ലോ. അത് കഴിയുമ്പോൾ ഷുവർ നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ നല്ല കുട്ടിയാവും. ഓക്കെ, അപ്പോൾ കഥയിലേക്ക് പോവാം. അതുപോലെ നിന്നെ കാണുമ്പോൾ ആൾക്കൊരു സ്പാർക്ക് ഉണ്ടാകുന്നത് വരെ നീ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേണ്ടത്. നീ നീ എന്താ ഓർത്തത്? ഒരു ദിവസം തന്നെ നീ ഇഷ്ടമാണെന്ന് പറഞ്ഞ് പിറ്റേന്ന് തന്നെ ആൾ നിന്നെ പ്രേമിക്കുന്നോ? സിനിമയിലൊക്കെ കാണുന്ന പോലെ ഉടനെ പാട്ട് വരികയും ചെയ്യുന്നോ? നീതു അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെയല്ല, അതാ പറഞ്ഞത്, ഇതിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. നിനക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ 4 വർഷങ്ങളിലെല്ലാം ഇഷ്ടം. ഒരു ദിവസം നിന്നോട് വന്ന ഒരാൾ പറയാണ് 4 വർഷമായിട്ട് നിന്നെ സ്നേഹിക്കുകയാണ്, നീ തിരിച്ച് സ്നേഹിക്കണം എന്ന്. അങ്ങനെ പറഞ്ഞാൽ പെട്ടെന്നൊരു ദിവസം അയാളെ സ്നേഹിക്കാൻ നിനക്ക് പറ്റുമോ? ഇല്ലല്ലോ, സമയമെടുക്കും. നിന്റെ മനസ്സിലേക്ക് അയാൾ പതിയെ പതിയെ വേണം കയറി വരാൻ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ചേട്ടനും. പുള്ളിക്കും നിന്നോട് ഇഷ്ടം തോന്നി തുടങ്ങാൻ കുറച്ച് സമയമെടുക്കും. നീ കുറച്ച് സമയം കൊടുക്ക് നിന്റെ രൂപം മനസ്സിലേക്ക് വരാൻ. പുള്ളിക്ക് കുറച്ച് സമയം ആവശ്യമാണ്. അത് കഴിയുമ്പോൾ പുള്ളി നിന്നെ സ്നേഹിച്ച് തുടങ്ങും. അതുവരെ നീ വെയിറ്റ് ചെയ്യണം. നമുക്കറിയാലോ, ഒരു പോസിറ്റീവ് മറുപടി ഒന്നും ആദ്യം നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. ആദ്യം തന്നെ കിട്ടുന്നത് നെഗറ്റീവ് ആയിരിക്കും എന്ന്. ഇടയ്ക്ക് നീ കാണുമ്പോഴൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നാൽ മതി ഇത്. ചിലപ്പോൾ ആൾ വിചാരിക്കും നിനക്കൊരു ടൈം പാസ്സാണെന്ന്. അങ്ങനെ കരുതിയാലോ? നിന്റെ ഇഷ്ടം ജനുവിനാണെന്ന് നീ കാണിച്ചു കൊടുക്കണം. കാർ മൂടിയ മനസ്സിൻ്റെ വാക്കുകൾ തീർത്ത വെളിച്ചത്താൽ തിരികെ കൊണ്ടുവരാൻ ഒരു പരിധിവരെയൊക്കെ അവൾക്ക് കഴിഞ്ഞിരുന്നു. എനിക്കെന്തോ വല്ലാത്ത വിഷമമായിപ്പോയി അത് കേട്ടപ്പോൾ. അങ്ങനെയായിരിക്കില്ലേ ആളെന്നെപ്പറ്റി കരുതിയിട്ടുണ്ടാവുക? ആണുങ്ങളുടെ പിറകെ നടക്കുന്ന പെണ്ണാണെന്ന്. എടി, അത് ചിലപ്പോൾ ഒരു ഫ്ലോയിൽ പറഞ്ഞായിരിക്കും. നീ ഇത് മനസ്സിൽ വെച്ചിട്ട് മനസ്സമാധാനം കളയണ്ട. പിന്നെ നീതു, ആളുടെ ലൈഫൊന്നും അത്ര ശരിയല്ല അല്ലേ? അത് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിരുന്നില്ലേ? ഇപ്പോഴും സമയമുണ്ട്. നിനക്ക് വിഷമാണെങ്കിലും പറ്റുമെങ്കിൽ അത് വിട്ടേക്ക്. വിട്ടേക്കാനോ? എന്താ നീ ഉദ്ദേശിച്ചത്? അരുതാത്ത എന്തോ കേട്ട പോലെ അവളോട് ചോദിച്ചു. എടി, നിന്റെ വീട്ടിൽ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആളുടെ അമ്മയുടെ സ്വഭാവമൊക്കെ നിനക്കറിയാം. ഇന്ന് അറിഞ്ഞു. അതാ പറഞ്ഞത്, നിന്റെ അച്ഛനും അമ്മയൊന്നും ഇതിന് സമ്മതിക്കാൻ പോലുമില്ല. മറക്കാനാണെങ്കിൽ ഇപ്പം നിനക്ക് പറ്റും. 3-4 വർഷം മനസ്സിൽ കൊണ്ട് നടന്ന ഇഷ്ടം ഒറ്റ രാത്രി കൊണ്ട് മറക്കാനോ? ആള് പറഞ്ഞ വാക്കിൻ്റെ പേരിലോ? അതിന് ആളെന്നോട് സോറി പറഞ്ഞില്ലേ? പിന്നെ എന്താ നിന്റെ പ്രശ്നം? എന്നെ ആളെ സ്നേഹിക്കില്ലെന്ന് എനിക്കൊരു പേടി. നിന്റെ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ ആൾക്ക് മനസ്സിലാവും എത്ര കാലം കഴിഞ്ഞാലും. പക്ഷേ ഇത് പ്രാക്ടിക്കലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ വീട്ടിൽ ആരും ഇതിന് സമ്മതിക്കില്ല, അതെനിക്ക് മനസ്സിലായി. വിവേകായിട്ടുള്ള കല്യാണം നടത്താൻ അമ്മയ്ക്കും അച്ഛനൊക്കെ താല്പര്യമുണ്ട്. വിവേകേട്ടൻ വരുമ്പോൾ എൻഗേജ്മെൻറ്റിനെ പറ്റി പറയുന്ന പറഞ്ഞത്. ആളുടെ കൂട്ടുകാരിൽ ഒരാൾക്ക് എന്തൊക്കെ അറിയാൻ തോന്നും. എപ്പോഴും എന്നെ കാണുമ്പോൾ ആളോട് എന്തൊക്കെയോ പറയുന്നത് കാണാം. എന്നെ തിരിഞ്ഞു നോക്കും. അപ്പോൾ ആൾ പറഞ്ഞിട്ടുണ്ടാവും, ഇനി ആരെങ്കിലും അറിഞ്ഞ അച്ഛനറിയോ? നിനക്ക് പേടിയുണ്ടെങ്കിൽ ഇത് നിർത്തുന്നതല്ലേ നല്ലത്. നിനക്കിതല്ലാതെ മറ്റൊന്നും എന്നോട് പറയാനില്ലേ? ശരി, എന്നാൽ ഞാൻ വെക്കുക ഫോൺ വെച്ച് കഴിഞ്ഞതും അവൾ ആലോചിച്ചത് അനന്തുവിനെ പറ്റി തന്നെയായിരുന്നു. എങ്ങനെ താൻ മറക്കുമെന്നാണ് അവൾ വിചാരിക്കുന്നത്? ഇത്രമേൽ ആഴത്തിലെ വളരെ ചെറിയ കാലയളവ് കൊണ്ട് തന്നെ ഹൃത്തിൽ ആ ഒരുവൻ ചേക്കേറിയതല്ലേ? ഒരു ഉപാധികളുമില്ലാതെ തൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നൊരു പ്രണയം, നിസ്വാർത്ഥമായൊരു പ്രണയം. അവൻ തന്നെ തിരിച്ച് സ്നേഹിക്കുമെന്ന് ഒരിക്കൽ പോലും താൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഒരു പ്രതീക്ഷയും വയ്ക്കാതെ തന്നെയാണ് സ്നേഹിച്ചത്. എങ്കിലും ഈ അവഗണനയുടെ കയ്പ് നീർ അത് തന്നെ വല്ലാതെ ഒളിക്കുന്നുണ്ട്. പിറ്റേന്ന് കോളേജിൽ നിന്നും വന്നവളെ കാത്തിരുന്നതോ മറ്റൊരു വാർത്തയായിരുന്നു. അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അമ്മ കാര്യമായി എന്തൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലും. ഇതെന്താ അമ്മ, ഉണ്ണിയപ്പോ? ഇതാർക്കാണ്? ചൂടോടെ ഒരെണ്ണം എടുത്ത് ഊതിക്കൊണ്ട് ചോദിച്ചു. അതൊരാൾ വരുന്നുണ്ട്. ആളോ? ആര്? നിനക്കറിയാവുന്ന ആൾ തന്നെയാണ്. അമ്മ എന്താന്ന് വെച്ചാൽ മനസ്സിലാകുന്ന രീതിക്ക് പറ. എടി, വിവേക് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞത് അവൾ അറിഞ്ഞു. വൈകുന്നേരം ഇങ്ങോട്ട് വരുന്നുണ്ട്, അമ്മായും വിവേകും കൂടി. അവർക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. വിവേകേട്ടൻ എപ്പോഴാണ് വന്നത്? കാലത്തെ വന്നു. ആരോടും പറയാതെ പെട്ടെന്നുള്ള വരവായിരുന്നു അത്രേ. നീ വേഗം പോയി കുളിച്ചിട്ട് ഒന്ന് ഒരുങ്ങി നിൽക്ക്. അതെന്തിനാ ഒരുങ്ങി നിൽക്കുന്നതും? കുറേ കാലം കൂടി വരുന്നതല്ലേ അവൻ. ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നിന്നെ ഒന്ന് കാണട്ടെ. കണ്ടിട്ടില്ലേ? ധിക്കാരം പറയാതെ പോയി.
അമ്മ, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? പെണ്ണുകാണലാണോ ഇത്? ഇതിൽ പെണ്ണുകാണലിരിക്കുന്ന എന്താ? അവൻ നിനക്കുള്ളതാണെന്നും നീ അവനുള്ളതാണെന്നും ഒക്കെ പണ്ടേ തീരുമാനിച്ചിട്ടുള്ളതാണ്. വിവേകേട്ടനെ ഞാൻ ഒരിക്കൽ പോലും അങ്ങനെ കണ്ടിട്ടില്ലമ്മേ. ദീപുവിനെ പോലെ ഒരു ഏട്ടൻ്റെ സ്ഥാനം, അല്ലെങ്കിൽ ഒരു സഹോദരൻ്റെ സ്ഥാനം. അവൻ അനിയനാണെങ്കിൽ അത് ഏട്ടൻ. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അവൾ പറഞ്ഞു നിർത്തി. ഒന്ന് മിണ്ടാതിരിക്കൂട്ടി. കല്യാണം കഴിയുമ്പോൾ അതൊക്കെ മാറിക്കോളും. അമ്മ, ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. നിൽക്ക്. ഞങ്ങൾ നിങ്ങളെ എത്ര കരുതലോടെയാണ് വളർത്തിയത്. ആദ്യം ഉണ്ടായത് പെൺകുട്ടി ആയപ്പോൾ നിന്റെ അമ്മായിക്ക് എന്ത് വിഷമായിരുന്നെന്നോ. അടുത്തത് ആൺകുട്ടിയാണെങ്കിൽ ആ കുടുംബത്തിന് ഒരു ബന്ധവും ഇല്ലെന്ന്. വിവേക് ഉണ്ടായ കാലം മുതലേ ഞങ്ങൾ തീരുമാനിച്ചതാ. ഇനിയുള്ളത് പെൺകുട്ടിയാണെങ്കിൽ അവനുള്ളതാണെന്ന്. മറ്റെങ്ങോട്ടും അല്ലല്ലോ, ഒരു ഫർലോങ് അപ്പുറത്തേക്കല്ലേ. അവിടെ മോളുണ്ടല്ലോ. ദീപ്തിയെപ്പോലെ ഒരുപാട് ദൂരെയൊന്നും അല്ലല്ലോ. അതുതന്നെ വലിയ സന്തോഷം നൽകുന്ന കാര്യം. അമ്മ പറയുമ്പോഴാണ് കൈപ്പിടിയിൽ ഒതുങ്ങാത്ത മനസ്സുമായി അവൾ ഉഴറിയത്. എങ്കിലും എൻ്റെ ഇഷ്ടമൊന്നുമില്ല അമ്മേ. നിനക്ക് എന്താ ഇപ്പോൾ വിവേകിനോട് ഒരു ഇഷ്ടക്കുറവ്? ഇഷ്ടക്കുറവല്ല, ഞാൻ അങ്ങനെയൊന്നും വിവേകേട്ടനെ കണ്ടിട്ടില്ല. അതൊന്നും സാരമില്ല. കല്യാണം കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് മാറും. അതല്ല, ഇനി നിന്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ അച്ഛൻ വന്ന് കേൾക്കണ്ട. അച്ഛൻ്റെ പുന്നാര മോളായിട്ട് കൊണ്ടു നടക്കുകയല്ലേ. വേഗം ഒരുങ്ങാൻ നോക്ക്. ഇനി അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നിയതുകൊണ്ട് മെല്ലെ മുറിയിലേക്ക് പിൻവാങ്ങി. മുറിയിലേക്ക് ചെന്നെങ്കിലും വല്ലാത്തൊരു വേദനയായിരുന്നു തോന്നിയത്. ആരോട് പറയും? ഹൃദയം തുറന്ന് കാണിച്ചവൻ്റെ ഭാഗത്തു നിന്നുണ്ടായ അവഗണനയ്ക്ക് ശേഷം തന്നെ ജീവിതം നിസ്സംഗമായി മുന്നോട്ട് പോവുകയാണ്. എന്തിൻ്റെ പേരിലാണെങ്കിലും ഇങ്ങനെ ഇഷ്ടമില്ലാത്തൊരാളെ വിവാഹം കഴിക്കേണ്ടി വരികയാണെങ്കിൽ പിന്നെ ജീവിതത്തിൽ സന്തോഷമുണ്ടോ? അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. ഓടിച്ചെന്ന് അമ്മയെ ഒന്നുകൂടി നോക്കി. തകൃതിയായ ജോലിയിലാണമ്മ. കാണാതെ വീണ്ടും അമ്മയുടെ ഫോൺ എടുത്ത് മനപ്പാടമാക്കിയ നമ്പർ ഡയൽ ചെയ്തു. മുറിയിലേക്ക് പോയി. 1-2 ബെല്ലിന് ശേഷമാണ് ഫോൺ എടുക്കപ്പെട്ടത്. ഹലോ. താല്പര്യമില്ലാത്ത സ്വരം. ഞാൻ ദിവ്യ. എന്താ? ഒന്നിടവിട്ട ദിവസം എന്നെ വിളിക്കണമെന്ന് നിനക്ക് വല്ല നേർച്ചയുണ്ടോ? പ്ലീസ് അനന്തു ചേട്ടാ, ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കണം. എന്താ പറയാനുള്ളത്? ഇവിടെ എല്ലാവരും എനിക്ക് കല്യാണം നോക്കുക. അടുത്ത് തന്നെ കല്യാണം കാണുമെന്നാണ് പറയുന്നത്. എനിക്ക് മറ്റൊരാളെ കല്യാണം കഴിക്കാൻ പറ്റില്ല. പെണ്ണെ, നീ പറഞ്ഞ് എങ്ങോട്ടേക്കാ പോകുന്നത്? എനിക്ക് അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ കല്യാണം കഴിക്കണമെന്നാണോ നീ പറഞ്ഞുകൊണ്ട് വരുന്നത്? അവന് ദേഷ്യം വന്നു തുടങ്ങി. ഇഷ്ടമുള്ള ഒരാളെ കല്യാണം കഴിക്കാൻ എനിക്ക് സാധിക്കില്ലേ? ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ എന്നെ അനന്തുവേട്ടനും ഇഷ്ടപ്പെടും. സോറി, എനിക്ക് ഇഷ്ടപ്പെടാൻ പറ്റില്ല. എന്നെ ഇഷ്ടമല്ലെങ്കിൽ പോലും വേറെ ആരെയും കല്യാണം കഴിക്കില്ല. എന്നാൽ പിന്നെ നീ സന്യസിക്കാൻ പൊടി. അതാ നല്ലത്, കല്യാണം കഴിക്കാതിരിക്കുന്നത്. കളിയല്ല അനന്തുവേട്ട, സത്യമായിട്ട് എൻ്റെ പെണ്ണ് കാണലാണിന്ന്. അനന്തുവേട്ടൻ്റെ സ്ഥാനത്ത് എനിക്ക് വേറെ ആരെയും കാണാൻ പറ്റില്ല. കരഞ്ഞു പോയിരുന്നു അവൾ. ഇനിയൊരു മറുപടി പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പോലും പറ്റുന്നില്ല. അനന്തുവേട്ടൻ ഇഷ്ടമാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. പിന്നെ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തോളാം. എത്ര കാലം വേണമെങ്കിലും ഞാൻ കാത്തിരുന്നോളാം. ഫൈറ്റ് ചെയ്താണെങ്കിലും. അനന്തുവേട്ടൻ്റെ പ്രശ്നങ്ങളൊക്കെ എനിക്കറിയാം. ആ പ്രശ്നങ്ങളൊന്നും എനിക്ക് കുഴപ്പമില്ല. അനന്തുവേട്ടനെ മാത്രമാണ് ഞാൻ സ്നേഹിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളതൊന്നും എൻ്റെ വിഷയമേ അല്ല. അതൊന്നും എനിക്ക് അനന്തുവേട്ടനോടുള്ള സ്നേഹം കുറയാനുള്ള കാരണങ്ങളും അല്ല. എല്ലാ പ്രശ്നങ്ങളും അടക്കം എനിക്ക് അനന്തുവേട്ടനെ ഒത്തിരി ഇഷ്ടമാണ്. എനിക്കൊത്തിരി ഇഷ്ടമാണ്. അവളുടെ അവസാനത്തെ വാചകം ഹൃദയത്തിലേക്കായിരുന്നു ചേക്കേറിയത്. എല്ലാ പ്രശ്നങ്ങളും അടക്കം ഞാൻ അനന്തുവേട്ടനെ സ്നേഹിക്കുന്നു. എനിക്ക് അനന്തുവേട്ടനെ ഒത്തിരി ഇഷ്ടമാണെന്ന്. വീണ്ടും ആ വാക്കുകൾ അവളുടെ കാതിൽ പ്രതിധ്വനിക്കുന്നത് പോലെ. ദിവ്യ. അതുകൊണ്ടായിരിക്കാം അവൻ്റെ സ്വരത്തിൽ ഒരല്പം മയം വന്നതുപോലെ. എന്തോ നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്ക്. നീ അറിഞ്ഞിട്ടുള്ളത് വച്ചും കേട്ടിട്ടുള്ളത് വച്ചും ഒക്കെ ഭീകരമാണ്. ഒരു വിവാഹം കഴിക്കുക, കുടുംബമായിട്ട് താമസിക്കുക, എനിക്കതൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. എനിക്കൊരു വലിയ ലക്ഷ്യമുണ്ട്. അതിനിടയിൽ ഒരിക്കലും എനിക്ക് പറ്റാത്ത കാര്യങ്ങളാണിതൊക്കെ. എല്ലാത്തിലും ഉപരി എൻ്റെ മനസ്സിൽ പ്രണയം മരിച്ചു കഴിഞ്ഞു. എന്നെ ഇങ്ങനെ വിളിക്കരുത്. ഒരിക്കൽ പോലും ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ഞാനൊരാശ തന്നിട്ടില്ല തനിക്ക്. എന്നെ ഓർത്തിരിക്കരുത്. ഇനി കാണാൻ വരുന്നത് ആരാണെങ്കിലും നിനക്കിഷ്ടപ്പെട്ടെങ്കിൽ സമ്മതിക്കുക. മറ്റൊരു ജീവിതത്തിലേക്ക് പോവുക. പിന്നീട് ഓർക്കുമ്പോൾ അതായിരുന്നു നല്ലതെന്ന് നിനക്ക് തന്നെ തോന്നും. നീ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ഒന്നും കേട്ടിട്ടില്ല. പരിചിതരായ 2 പേർ.
അതിനപ്പുറം ഒരു ബന്ധവും നമുക്കിടയിൽ വേണ്ട. എന്നോടൊപ്പം വന്നാൽ ഒരിക്കലും ദിവ്യയ്ക്ക് സന്തോഷവതിയായിട്ട് താമസിക്കാൻ കഴിയില്ല. നിന്നെ സന്തോഷിപ്പിക്കാനും കെട്ടിക്കൊണ്ടു പോകുന്ന പെണ്ണിനെ അല്ലലില്ലാതെ നോക്കാനും ഒന്നും എനിക്ക് സാധിക്കില്ല. അതിന് പറ്റിയൊരു സാഹചര്യത്തിലല്ല ഞാൻ. ഇനി എന്നെ വിളിക്കരുത്. എനിക്കത് ബുദ്ധിമുട്ടാണ്. വീണ്ടും അത് പറഞ്ഞത് കേൾക്കാതെ എൻ്റെ പിറകെ നടക്കാനാണ് നിൻ്റെ ഭാവമെങ്കിൽ ഞാൻ നേരെ നിൻ്റെ അച്ഛൻ്റെ കടയിലേക്ക് പോവും. നിൻ്റെ അച്ഛനെ പോയി കാണും. മോൾക്ക് കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കുകയാണെങ്കിൽ ആരെങ്കിലും പിടിച്ച് കെട്ടിക്കാൻ പറയും. കേട്ടോ? ഇനി മേലിൽ എൻ്റെ ഫോണിലേക്ക് ഈ നമ്പറിൽ നിന്നൊരു കോൾ വരരുത്. അത്രയും പറഞ്ഞ് മറുപടിക്ക് കാക്കാതെ അവൻ ഫോൺ കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും കണ്ണുകൾ വല്ലാതെ പെയ്തു തുടങ്ങിയിരുന്നു. ഇത്രയ്ക്ക് ഉള്ളം തുറന്ന് കാണിച്ചിട്ടും എന്തേ അവൻ തന്നെ മനസ്സിലാക്കാതെ പോകുന്നത്? എന്താടാ നീ ആരോടെ ഇത് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്? കിരൺ ഓടി വന്ന് ചോദിച്ചു. ആ ദിവ്യ. നിന്നോട് അവൾക്ക് അസ്ഥിക്ക് പിടിച്ച പ്രേമമാണെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ അങ്ങനെ വിളിക്കുമോ? കിരൺ പറഞ്ഞു. കോപ്പ്, ഇന്ന് അവളെ പെണ്ണ് കാണാൻ വരുമെന്ന് ഞാൻ ഇന്ന് തന്നെ അവളോട് പ്രേമമാണെന്ന് പറയണമെന്ന്. അയ്യോടാ കഷ്ടം. നിനക്ക് അങ്ങനെയൊക്കെ അങ്ങ് പറയാറുന്നില്ലേ? ഒന്ന് പോയേടാ. കല്യാണം കഴിഞ്ഞ് എങ്ങനെ നോക്കും? ഈ പ്രേമിക്കാൻ രസാ. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം ഓർക്കണം. ആ പെണ്ണാണെങ്കിൽ ഞാനെങ്ങാനും ഇഷ്ടമാണെന്ന് പറയുന്നതിന് മുമ്പേ ഇപ്പം തന്നെ പറയുന്നു കല്യാണം ഉറപ്പിക്കാൻ പോകുന്നു, ഞാൻ എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാന്നൊക്കെ. അങ്ങനെ പറഞ്ഞാൽ ഇത് വലിയ കാര്യമല്ലേ മോനെ? നിന്റെ മറ്റവൾ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പെയിൻറ് പണിക്ക് പോയിട്ട് ആ പൈസ മൊത്തം നീ അവൾക്ക് ചുരിദാറും മൊബൈൽ റീചാർജും ചെയ്ത് കളഞ്ഞു. ആ പൈസ ട്രെയിനിങ്ങിന് മറ്റോ മാറ്റി വെക്കായിരുന്നെങ്കിലോ? എന്നിട്ട് ഇപ്പം അവൻ കോച്ചിങ്ങിന് നാട്ടിൽ നടന്ന് തെണ്ടുന്നു. ദിവ്യ പ്രേമമായിരുന്നില്ലേ അവളോട്? അത് പിന്നെ അവൾ എൻ്റെ കൂടെ പഠിച്ചതല്ലേ. എനിക്കൊരു സംശയം, അവൾ നിൻ്റെ കൂടെ ഇങ്ങോട്ടാണോ പറഞ്ഞത്? അല്ല, ഞാൻ അങ്ങോട്ട്. ഇനി സമയം പോയിട്ടില്ല. നീ വിളിച്ച് ഓക്കെ എന്ന് പറ. ആ കൊച്ചിങ് ഓടി വരും. ഒന്ന് പോയടാ, ഞാൻ വീട്ടിൽ പോവാം. എന്തു പറ്റിയടാ ഒരു നിരാശ മുഖത്ത്? പിന്നെ കുരാശ. ഞാനിതിനെ നിരാശപ്പെടുന്നത്? എനിക്ക് ഭയങ്കര തലവേദന, അതുകൊണ്ട് പോവാം. നീ വരുന്നോ? കുറച്ച് കഴിഞ്ഞേ ഉള്ളടാ. ശരിയെന്നാ. അസ്വസ്ഥമായ മനസ്സോടെയായിരുന്നു അവൻ വീട്ടിലേക്ക് എത്തിയത്. വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ കണ്ടത് കപ്പയുടെ തൊലി കളയുന്ന അമ്പിളിയാണ്. അവനെ കണ്ടപ്പോഴേക്കും അമ്പിളി പദം പറിച്ചിട്ട് തുടങ്ങി. വന്നല്ലോ നാട് തെണ്ടി കഴിഞ്ഞിട്ട്. എല്ലായിടത്തും ഉണ്ട് ആൺകുട്ടികൾ, ഇവിടെ ഉണ്ടാവണം. എങ്ങനെ കൂട്ടുകാരുടെ കൂടെ അടിച്ചു പൊളിച്ച് നടന്നാൽ മതി. ഈ കുടുംബം രക്ഷപ്പെടുന്ന ഒന്നിനും അവൻ പോവില്ല. ഒന്നും മിണ്ടാതെ കയറിപ്പോയി മുറിയിലേക്ക്. ഒരു സാരി കർട്ടൻ മാത്രമുള്ള ആ മുറിയിലെ സിംഗിൾ കോട്ട് പഴയ കട്ടിൽ കിടക്കുമ്പോഴും മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകുന്നത് അവൻ അറിഞ്ഞു. മനസ്സിൽ മുഴുവൻ ആ വരികളായിരുന്നു. അനന്തുവേട്ടൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഉൾപ്പെടെ എനിക്ക് അനന്തുവേട്ടനെ ഒത്തിരി ഇഷ്ടമാണ്. ആദ്യമായാണ് ഒരാൾ തന്നോട് ഇങ്ങനെ പറയുന്നത്. ഇന്ന് വരെ ഹരിത പോലും പറഞ്ഞിട്ടില്ല. എത്രയോ വട്ടം അവളോട് പറഞ്ഞിട്ടുണ്ട് പ്രശ്നങ്ങളൊക്കെ. എല്ലാം മറിഞ്ഞു തന്നെ ഉപേക്ഷിച്ച് പോകുമോ എന്ന്. പ്രശ്നങ്ങളൊക്കെ മാറുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചതല്ലാതെ പ്രശ്നങ്ങളോടെ തന്നെ സ്നേഹിക്കുമെന്ന് അവൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. സത്യത്തിൽ ആ സ്നേഹമല്ലേ യാഥാർത്ഥ്യം? പങ്കാളിയുടെ കുറ്റങ്ങളും കുറവുകളും കൂടി മനസ്സിലാക്കുമ്പോഴല്ലേ അത് പ്രണയമായി മാറുന്നത്. പക്ഷെ എന്തുകൊണ്ടോ തിരിച്ച് സ്നേഹിക്കാൻ കഴിയുന്നില്ല. ഒരിക്കൽ തളർന്നുപോയ മനസ്സിന് ഭയമുള്ളതുകൊണ്ടാവാം. എങ്കിലും ഉള്ളിലെവിടെയോ ഒരു കുളിർമാരി പെയ്യുന്നുണ്ട്. മറ്റൊന്നുമല്ല, സ്നേഹിക്കപ്പെടാൻ ഒരാളുണ്ടായി എന്ന മഹത്തായ സത്യം അറിഞ്ഞതിന് ശേഷം ഒരു സമാധാന പെയ്ത്തുപോലെ. ആർക്കാണ് മറ്റൊരാളാൽ സ്നേഹിക്കപ്പെടാൻ ഇഷ്ടമല്ലാത്തത്? കാതങ്ങൾക്കപ്പുറം ഒരുവളുടെ മനസ്സിൽ ഒരാൾ ജീവിക്കുന്നുണ്ട്. അത് താനാണ്. എത്രയോ വട്ടം അമ്പലത്തിൽ വെച്ച് അവളെ കണ്ടിട്ടുണ്ട്. അവിടെയും ഇവിടെയും ഒക്കെ നിന്ന് അവൾ തന്നെ നോക്കുന്നതും കണ്ടിട്ടുണ്ട്. അവളുടെ പലതവണത്തെ പ്രാർത്ഥനകൾ. ഒരുപക്ഷെ ആ പ്രാർത്ഥനകളിലൊക്കെ പലവട്ടം തൻ്റെ പേരും വന്നു പോയിട്ടുണ്ടാകുമല്ലോ. ചിന്തിച്ചു തുടങ്ങിയപ്പോൾ ഒരു കുഞ്ഞു പുഞ്ചിരി അവൻ്റെ ചുണ്ടിലും മുട്ടിട്ടിരുന്നു. പക്ഷെ കഴിഞ്ഞുപോയ കാർമേഘ ചീളിൻ്റെ അലകളൊക്കെ ആ പുഞ്ചിരിയെ മറച്ചു കളയാൻ കെൽപ്പുള്ളതായിരുന്നു. ഗൗരവത്തിൻ്റെ ഇരുൾ മുഖത്തെ ഉടനെ തന്നെ മറച്ചു കളഞ്ഞിരുന്നു. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.